കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗം നമുക്ക് അപ്പോസ്തലൻ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തു നിന്നും ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഉരുവാനല്ല നമ്മൾ ആരും തന്നെ നമ്മുടെ ശരീരത്തെ ഉരിയരുത്, മറിച്ച് ദൈവത്തിനാണ് നമ്മുടെ ശരീരത്തിന് മേൽ അധികാരമുള്ളത്. നമ്മൾ അങ്ങനെ ഉരിഞ്ഞാൽ, നമ്മൾ നശിപ്പിച്ചാൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത് നമ്മുടെ അവസാനമല്ല എന്ന് ഓർക്കണം. കാരണം ശരീരത്തെ നശിപ്പിക്കാൻ മാത്രമേ ഈ പിശാചിന് കഴിയത്തുള്ളൂ. പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നമുക്ക് നൽകിയതാണ്. അതിന് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് മാറുകയാണ്. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛയ്ക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. മർത്യമായത് എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ നേച്ചറാണ് കാണിക്കുന്നത്. നമ്മുടെ ശരീരം മർത്യതയുള്ളതാണ്, അതായത് മരണത്തിന് വിധേയമായ ഒരു ശരീരമാണ്. ഇത് എന്നേക്കുമുള്ള ഒരു ശരീരമല്ല. നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോഴും ഈ ശരീരത്തോടു കൂടി അല്ല പോകുന്നത്, മറിച്ച് ഈ ശരീരം ഈ ഭൂമിക്ക് മാത്രമായിട്ടുള്ളതാണ്, ഈ ഭൂമിയിൽ അഴിഞ്ഞു പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഈ ശരീരം സ്വാഭാവികമായി നശിച്ചു പോകുന്നത്. നോക്കിക്കേ, ദൈവം എത്ര മനോഹരമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചത്. ഇന്ന് നമുക്കറിയാം, ഈ പ്ലാസ്റ്റിക് നിരോധനങ്ങളൊക്കെ ധാരാളം ഉള്ള സമയമാണ്. ഗവൺമെൻറ് നിർബന്ധിക്കുന്നു നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. കാരണം പ്ലാസ്റ്റിക് ഈ ഭൗമ അന്തരീക്ഷത്തിന് വളരെ ദോഷകരമായ ഒരു കാര്യമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഈ മണ്ണുകൊണ്ട് തന്നെയാണ് സൃഷ്ടിച്ചത്. അതായത് ഈ ഭൂമിക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നോക്ക്, ദൈവത്തിൻ്റെ അത്ഭുതം എത്ര വലുതാണ്. മനുഷ്യരെ മാത്രമല്ലല്ലോ ദൈവം അപ്രകാരം സൃഷ്ടിച്ചത്, ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും ദൈവം അപ്രകാരമല്ല സൃഷ്ടിച്ചത്. ഇതാണ് ആ ദൈവത്തിൻ്റെ വിവരണാതീതമായ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ ജ്ഞാനമാണ്. ആ ജ്ഞാനത്താലാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത്. നോക്കണേ, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന്. അപ്പോൾ എന്തിനാലാണ് ഈ മർത്യമായ ശരീരം നീങ്ങിപ്പോകുന്നത്? അപ്പോസ്തലൻ പൗലോസ് മറ്റൊരു വേദഭാഗത്തും ഇതേ കാര്യം തന്നെ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടെ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വാക്യം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള 2 കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. ഈ ശരീരം ദ്രവത്വമുള്ളതാണ്, അതുപോലെ ഈ ശരീരം മർത്യമായതാണ്. ദ്രവത്വമുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഇൻഫൻ്റ് ആയിരിക്കുമ്പോൾ, വളരെ ശിശുവായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വളരെ ഫ്രഷായിട്ടുള്ള ശരീരമാണ്. രോഗങ്ങളില്ല, മറ്റു പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ മുന്നോട്ട് ചെല്ലുന്തോറും നമ്മളുടെ ശരീരം ദ്രവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വളരുന്നു, ആരോഗ്യമുള്ളവരായി തീരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരം അത് ദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമതകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നിട്ട് പോലും മനുഷ്യൻ എപ്പോഴും അവൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുവാൻ ഉത്സാഹിക്കാറുണ്ട്. പക്ഷെ കഴിയത്തില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ച് ഡിലേ ആക്കാമെന്നല്ലാതെ ഈ ദ്രവത്വം തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ ശരീരം ദ്രവത്വമുള്ളതാണ്, എന്നും ഒരുപോലെ ഇരിക്കില്ല. ഇന്നത്തെ ആരോഗ്യസ്ഥിതി അല്ല എനിക്ക് നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്നത്. നാളെ കുറച്ചുകൂടെ ആരോഗ്യം കൂടുകയല്ല, കുറച്ചുകൂടെ ആരോഗ്യം കുറയുക. ഈ ഒരു വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഡോക്ടർമാരെ ട്രസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഡോക്ടർ എനിക്ക് ഇന്നലത്തേക്കാൾ കൂടുതൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന മരുന്ന് എനിക്ക് തരും. പക്ഷേ ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് മർത്യമായതായിട്ടും അതുപോലെ ദ്രവത്വമുള്ള ശരീരമായിട്ടുമാണ്. ഈ ശരീരത്തെക്കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ അപ്പോസ്തലൻ പൗലോസ് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ 2 കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഈ ശരീരം മർത്യമായതും അതുപോലെ ദ്രവത്വമുള്ളതാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ.
അതായത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വർഗീയ ശരീരം എന്ന് പറയുന്നത് അദ്രവത്വമുള്ളതാണ്, ദ്രവിക്കാത്തതാണ്, അതേപോലെ തന്നെ അമർത്യമായതാണ്. അതിനെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. മനുഷ്യൻ എപ്പോഴും മരണഭീതിയിലല്ലേ ജീവിക്കുന്നത്? എപ്പോഴും എനിക്ക് മരണം സംഭവിക്കാം. മരണത്തെ ആളുകൾ ഭയപ്പെടുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ മരണഭീതിയുണ്ട്. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്ക് വരുവാനിരിക്കുന്ന ആ ശരീരത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വഴി നമുക്ക് ഉറപ്പു ലഭിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴേ ഇവിടെ ജീവിക്കുമ്പോഴേ മരണഭീതി മാറിപ്പോവുക. കാരണം ഇനി എൻ്റെ മേൽ മരണത്തിന് യാതൊരു സ്ഥാനമില്ലെന്ന് നമ്മൾ വിശ്വാസത്താൽ അറിയുക. അതെങ്ങനെയാണ് അറിയുന്നത്? ദൈവത്തിൻ്റെ വചനം നമുക്ക് അതിനുള്ള ഉറപ്പ് തരുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന് നീക്കം വരുന്നുള്ളൂ, നമ്മുടെ ആത്മാവിന് മാറ്റം വരുന്നില്ല. നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ നാം ഇരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ പിന്നീട് ആകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ദൈവവചനം സംസാരിക്കുന്നത്, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നിത്യജീവനെ അവകാശമാക്കണം, ദൈവവചന പ്രകാരം ജീവിക്കണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം ഒരുക്കുന്നതായ ആ സ്വർഗീയമായ ശരീരത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ സ്വർഗീയമായ ശരീരം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ സ്വർഗീയമായ ശരീരം നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39-40 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു പറയുന്നു, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. എന്നെ അയച്ച പിതാവ്, യേശു പറയുന്നു, അവൻ്റെ ഇഷ്ടം എന്താണ്? അവൻ എനിക്ക് തന്നതിൽ, അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്ത ആളുകൾ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം നൽകിയതായ ആളുകളാണ്. നാം ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, നിത്യജീവൻ പ്രാപിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെതായി തീരുക. യേശു എന്ത് ചെയ്യുന്നു? യേശു പറയുന്നു, അതിൽ ഒന്നുപോലും കളയാതെ. ദൈവം നമ്മെ നശിപ്പിക്കുവാനോ നഷ്ടപ്പെടുത്തുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒടുക്കത്തെ നാളിൽ, അതായത് കർത്താവ് യേശുക്രിസ്തു ആകാശമേഘങ്ങളിൽ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ആ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? കർത്താവ് യേശുക്രിസ്തുവാണ് ആ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ പൂർത്തിയാക്കുന്നത്. എന്നിട്ട് 40-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ലഭിക്കണം? നിത്യജീവനെ ലഭിക്കണം. കേവലം യേശുവിനെ അറിയുക മാത്രമല്ല, കേവലം പള്ളിയിൽ പോവുക മാത്രമല്ല, കേവലം കുർബാന കാണുക മാത്രമല്ല, കേവലം ആരാധന കാണുക മാത്രമല്ല, നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവനെ പ്രാപിക്കണം. അങ്ങനെ നിത്യജീവൻ പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ മരണഭീതിയില്ല. കാരണം നമ്മൾ ഇവിടെ വായിച്ചു, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിച്ചു, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ. നോക്കണേ, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന്. എന്താ ജീവനാൽ നീങ്ങിപ്പോകേണ്ടത്? നിത്യജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന്. അപ്പോൾ എന്താണ് ഇവിടുത്തെ അർത്ഥം? അപ്പോസ്തലൻ പൗലോസ് തന്നെ വളരെ വ്യക്തമായി നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ആ വാക്യത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീക്കി ജയം വന്നിരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ പറയുന്നത് ജീവൻ മരണത്തെ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ്. നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ മരണഭീതി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. അതായത് ഒരു പാമ്പ് എലിയെ വിഴുങ്ങി കഴിയുമ്പോൾ ആ എലി ഇല്ലാതാകുന്നത് പോലെ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് മരണഭീതി എന്നേക്കുമായി അകന്നു പോകുകയാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ മരണഭീതി ഇല്ലാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ നിത്യജീവനെ അവകാശമാക്കണം. അതുകൊണ്ട് ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നിത്യജീവനെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിക്കാത്ത ഏതൊരു വ്യക്തിയും
നശിക്കപ്പെട്ടു പോകും. എന്നാൽ നിത്യജീവനെ പ്രാപിക്കുന്ന വ്യക്തി അവൻ എന്നേക്കും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആ പുതിയ ശരീരത്തോടെ, സ്വർഗീയ ശരീരത്തോടുകൂടെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മളിതിന് തുടർമാനമായ ചിന്തകളിലേക്ക് കടന്നു വരുന്നതാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഒരാൾ പോലും പിതാവ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവനെ പ്രാപിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരണഭീതിയില്ലാതെ ഞങ്ങളുടെ ശിഷ്ട ആയുസ് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.